കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അധികാര തർക്കവും പ്രാദേശികവാദവും നിരത്തിയാണ് വിവിധ വിഭാഗം പോരാടുന്നത്. എന്നാൽ അതിനുള്ള ശേഷി യഥാർത്ഥത്തിൽ അവർക്കുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. വിമതന്മാരുടെ പോരാട്ടമെല്ലാം ഊതിവീർപ്പിച്ച അവകാശവാദങ്ങളല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. അതിരൂപതയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ചില സത്യങ്ങൾ അറിയാൻ സാധിക്കും. അതിരൂപതയിൽ 16 ഫെറോനയിലായി 220 സ്വതന്ത്ര ഇടവകകളും 112 കുരിശുപള്ളികളുമാണുള്ളത്. 1,16,000 കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളിൽ നിന്നായി 4,95,000 വിശ്വാസികളുണ്ട്. അതാണ് കണക്ക് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ 40% പേരും ഇപ്പോൾ അതിരൂപതയുടെ പുറത്തു നിന്ന് ജോലിക്കും ബിസിനസ്സിനും ഒക്കെ വന്നിട്ട് ആ ആവശ്യങ്ങളുമായി വന്നിട്ടുള്ളവരും ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവരുമാണ്. അതിരൂപതയിൽ പാരമ്പര്യമായുള്ള 68,000 കുടുംബങ്ങളിൽ 30,000-ലധികം കുടുംബങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറി കഴിഞ്ഞു. അങ്ങനെ കുടിയേറിയവരൊന്നും ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല, വളരെ കുറവാണ്. ഒട്ടുമിക്ക പേരും വരാൻ സാധ്യതയില്ല. 2030 ആകുന്നതോടെ, അതായത് അടുത്ത 5 വർഷം കഴിയുന്നതോടെ 10,000 കുടുംബങ്ങൾ പോലും അതിരൂപതയിൽ സ്ഥിരതാമസമില്ലാത്ത അവസ്ഥ വരും. ഇതൊന്നുമല്ല തർക്കം. അതിരൂപതയിൽ പുതിയ അച്ഛന്മാരുൾപ്പെടെ നിലവിൽ 456 പേരാണുള്ളത്. 53 പേരിലധികം അതിരൂപതയ്ക്ക് പുറത്തും 60 പേര് വിരമിച്ചതുമാണ്. സന്യസ്ത സമൂഹങ്ങളിൽ നിന്നും മറ്റും 70 പേരോളം അതിരൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇനിയാണ് ചോദ്യങ്ങൾ. 332 പള്ളികളിൽ തന്നെ കൊച്ചച്ഛന്മാരടക്കം നിലവിലെ 456-ൽ 400 പേരോളം വേണ്ടിവരും. പിന്നെയോ അതിരൂപത, കൂരിയ, സെമിനാരി, കോളേജ്, സ്കൂള് ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം ഒഴിവ് നിർത്തുമ്പോൾ വീണ്ടും അച്ഛന്മാരുടെ എണ്ണം കുറയും. ഇപ്പോൾ തന്നെ പല പള്ളികളിലും അച്ഛന്മാരില്ല. മറ്റ് സന്യസ്ത സഭകളും ഇതേ പ്രതിസന്ധികൾ നേരിടുന്നു. വിശ്വാസികളെ പോലെ വൈദികരും വിദേശത്തേക്ക് പോകുന്നു. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം അവഗണിക്കപ്പെടുന്നത്. ഇനിയെങ്കിലും സഭാ നേതൃത്വവും തമ്മിൽ തല്ലുന്ന വൈദികരും കാര്യങ്ങൾ തിരിച്ചറിയണം. അല്ലാത്ത പക്ഷം അടുത്ത 10 വർഷത്തിനുള്ളിൽ കുടിയേറ്റവും സഭയിലെ കൂട്ടത്തല്ലും കൂടിയാവുമ്പോൾ വലിയ മേനിനടിച്ച് നടക്കുന്ന എറണാകുളം അതിരൂപതയുടെ സ്ഥിതി പത്തനംതിട്ടയ്ക്ക് സമാനമാകും. ഒപ്പം നിരവധി സ്കൂൾ, ഉന്നത പഠന സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. അതുൾപ്പെടെ മുന്നിൽ വരാൻ പോകുന്ന പ്രതിസന്ധികൾ ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. തീരുമാനമെടുക്കേണ്ടത് സഭ, അതിരൂപത നേതൃത്വങ്ങളാണ്. ഇത് തന്നെയാണ് മറ്റ് ക്രൈസ്തവ സഭകൾ നേരിടുന്ന പ്രതിസന്ധി. ലത്തീൻ സഭയിലും മലങ്കര സഭകളിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. ഈ പ്രതിസന്ധി എങ്ങനെ നേരിടാമെന്ന് സഭാ നേതൃത്വങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്.